ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടിലെ അതിഥി ഗാനരചയിതാവ് സന്തോഷ് വർമ്മ. വിശ്വവിഖ്യാതരായ പയ്യന്മാരാണ് സന്തോഷ് വർമ്മയുടെ ഏറ്റവും അവസാനത്തെ ഹിറ്റായി പറയാൻ പറ്റുന്നത്. ആ ഗാനത്തിലേക്ക് ആദ്യം കടക്കാം, അതിനുശേഷം സന്തോഷ് വർമ്മയിലേക്ക്. സന്തോഷ് വർമ്മയ്ക്ക് മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സന്തോഷിനെ അങ്ങനെ സംഗീതം അറിയുന്നവർക്ക് വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സന്തോഷ് വളരെ വർഷങ്ങളായി ഗാനരചനാ രംഗത്തുണ്ട് അല്ലേ? സന്തോഷ് നിരവധി ഹിറ്റുകളും ഒരുക്കിയിട്ടുണ്ട് മലയാളത്തിൽ. പക്ഷേ സന്തോഷ് ഇപ്പോൾ അവസാനം ഇറക്കിയ ഈ പാട്ട് സന്തോഷ് തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. സന്തോഷ് മുൻപും സ്വന്തം ഗാനത്തിന് സംഗീതം ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? നിരവധി ഗാനങ്ങൾക്ക് സംഗീതം ചെയ്ത ആളാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറയൂ. ഈ ഗാനം എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? കാരണം ഇതിൻ്റെ രാജേഷ് കണ്ണങ്കര വന്നിരുന്നു ഇവിടെ. അപ്പോൾ രാജേഷ് പറഞ്ഞിട്ട് 10-12 ക്യാമ്പസുകളിൽ പോയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു രസകരമായ സംഗതിയാണ്. ഈ ഒരു പാട്ടിലേക്ക് എങ്ങനെയാണ് രാജേഷിന് വരുന്നത്? അത് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ വളരെ യാദൃശികമായിട്ടാണ് ഇത് സംഗീതം നൽകുന്നത്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ എഴുത്താണല്ലോ ഞാൻ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് രാജേഷിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സുഹൃത്താണ് രാജേഷിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് അദ്ദേഹം സീരിയൽ ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ ഒക്കെ തമ്മിലുള്ള ഒരു ചെറിയ വഴക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയയിലുള്ളൊരു പാട്ട് വേണം. അത് എങ്ങനെ വേണമെന്നുള്ളത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വാതന്ര്യം തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിലൊരു വർക്കിൽ എപ്പോഴും ആ ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി. ചെഞ്ചീര എന്നും പറഞ്ഞിട്ട് ഒറിജിനൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോക്ക് സോങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പല്ലവിയുടെ ആ ചുവട് പിടിച്ചിട്ട് നമ്മൾ മാറ്റി അത് അല്പം ആൾട്ടർ ചെയ്തുകൊണ്ട് ആണ് ഈ കൊച്ചിയിൽ നട്ടിട്ട് കണ്ണൂർ പേരോടി കൊല്ലത്ത് പൂത്തൊരു ചെമ്പകത്തിൽ കിടക്കുകയാണ് ഉണ്ടായത്. ഇത് ഏതാണ്ട് ഒരു 10-12 ക്യാമ്പസിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. അതെ അല്ലേ? അത് ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു. കാരണം കുട്ടികൾക്ക് ക്യാമ്പസുകളിലേക്ക് പെട്ടെന്ന് ഒരു റീച്ച് ഉണ്ടാവും. നമ്മൾ ഈ സോങ് ശരിക്കും സിനിമയ്ക്ക് മുൻപ് തന്നെ ക്യാമ്പസുകളിൽ അവർ കേട്ട് കഴിഞ്ഞു ആ പാട്ടുകൾ. അങ്ങനെ അവർ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ കൂടുതൽ തീർച്ചയായിട്ടും സിനിമയ്ക്കും പ്രയോജനം ചെയ്യും. ആ ഒരു പാട്ട് അവർ ഏറ്റുപാടുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. ഇന്നലെ ദീപക് വന്നിരുന്നു ഇവിടെ. കഴിഞ്ഞ ദിവസം ഇതിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് ദീപക് അതിന്റെ പ്രധാനപ്പെട്ട നടൻ വന്നിരുന്നു. അപ്പം ദീപക്കും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ക്യാമ്പസിലേക്കാണ് ആദ്യം ഇതിന്റെ ചെല്ലേണ്ടത്. കാരണം അതൊരു യൂത്ത് ഓറിയന്റഡ് സിനിമ ആയതുകൊണ്ട് ഈ ഗാനങ്ങൾ ഹിറ്റായാൽ തീർച്ചയായിട്ടും അതിലേക്കൊരു ആകർഷണം തീർച്ചയായിട്ടും ഉണ്ടാകും. അതെ. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഈ സോങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ, അങ്ങനെ യങ്സ്റ്റേഴ്സ് നമ്മുടെ നജീം, പിന്നെ അരുൺ അലാട്ട്, ഇവരെല്ലാമാണ് എൻ്റെ മെയിൽ ഭാഗം നോക്കിയത്. പിന്നെ സംഗീത ശ്രീകാന്തും സൗമ്യ രാമകൃഷ്ണനുമാണ് എൻ്റെ ഫീമെയിൽ പോർഷൻ പാടിയത്. അതിൻ്റെ ഒപ്പം ശ്യാമപ്രസാദ്, അങ്ങനെ കുറച്ച് സിംഗേഴ്സ് ഇതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മേക്കിംഗ് വീഡിയോയും ഇറങ്ങിയിരുന്നു. അതെ. രാജേഷ്, നമ്മുടെ ഈ പൊതുവെ മലയാള സിനിമ ഗാനങ്ങളുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ നമുക്ക് ആദ്യം തിരുനൈനാർകുറിച്ചി, പിന്നീട് അതിനുശേഷം പിന്നീട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം കഴിയുന്നു, പിന്നീട് വയലാർ വരുന്നു, പിന്നീടൊരു വയലാറിന് ശേഷം പിന്നീട് വരുന്നത് ഒരു 80 കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ഒരു വസന്തം വരുന്നത്. മലയാള സിനിമാ രംഗത്ത് ഗാനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വലിയ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന ആ സമയത്താണ്. നിരവധി എഴുത്തുകാർ, ശ്യാം പിന്നെ ഇഷ്ടംപോലെ ONV, പൂച്ചൽ ഖാദർ, ബിച്ചു തിരുമല, ഇങ്ങനെ തുടങ്ങി ഭരണിക്കാവ് ശിവകുമാർ, ചുനക്കര രാമൻകുട്ടി, അതേപോലെ തന്നെ വ്യത്യസ്തരായിട്ടുള്ള സംഗീത സംവിധാനം KJ ജോയി, ശ്യാം, ഇങ്ങനെ അങ്ങ് വരികയാണ്. ഒരുപാട് പേര് വരികയാണ്. നമ്മുടെ ഒരു വസന്തകാലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 80കളാണ്. പിന്നീട് ഇതിന്റെ ഒരു ഗ്രാഫ് കുറയാണ്. പിന്നീട് അത് കൈതപ്പുറത്തിലേക്ക് വരുന്നു. 90കളുടെ അവസാനം വരുമ്പോഴത്തേന് കൈതപ്പുറത്തിലേക്ക് വരുന്നു. ജോൺസൺ മാസ്റ്റർ വരുന്നു. സംഗീത സംവിധായകർ പിന്നീട് ഒരുപാടുണ്ടെങ്കിലും ഈ എഴുത്തുകാരുടെ ഈ ഫ്ലോ കുറഞ്ഞു. കുറഞ്ഞു ഇല്ലേ? 80കളിലേക്ക് വരുമ്പോഴത്തേക്കിന്, 90കളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കുറഞ്ഞു. പിന്നീട് വരുന്നത് പുത്തഞ്ചേരിയിലേക്കാണ്. ഒരാളിലേക്ക് വ്യക്തി കേന്ദ്രീകമായി എടുത്തു വരുന്ന പുത്തഞ്ചേരിയിലേക്കാണ്. പുത്തഞ്ചേരി യുഗം കഴിയുമ്പോഴത്തേക്കിന് പിന്നീട് നമുക്ക് ഇതങ്ങ് ചെതറിപ്പോവുകയാണ്. ഒരു ഫോക്കസ് ഇല്ലാതെ ചെതറിപ്പോകുന്നു. വലിയ തോതിൽ ഇത് വരുന്നില്ല. പിന്നീട് ഈ ഗാനങ്ങൾ തന്നെ സിനിമയ്ക്ക് ആവശ്യമാണോ എന്നുള്ളൊരു തോന്നൽ വരുന്നു ഇല്ലേ? അങ്ങനെ ഒരുപാട് ഈ പാട്ടുകൾ, ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത പാട്ടുകൾ നിരവധി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഒരു പാട്ട്, ഒരു പ്രസക്തി എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു സിനിമാ ഗാനത്തിന്? കാരണം സന്തോഷ് ഈ മേഖലയിൽ എഴുതുന്ന ആളാണ്. എത്ര ഗാനരചയിതാക്കളും എത്ര സംഗീത സംവിധായകരും എത്ര പാട്ടുകാരുമാണ് വരുന്നത്. ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല ഇല്ല. യേശുദാസിന് ശേഷം ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അങ്ങനൊരു, അല്ലെങ്കിൽ യേശുദാസിനേക്കാൾ മേൽ പാടുന്ന ആളായിരിക്കണം. അങ്ങനെ ഉത്തരവില്ല. ഇങ്ങനെ അങ്ങ് ചെതറിപ്പോവുകയാണ്. ഒരുപാട് പേര് വന്നു പോകുന്നു. എന്താണ് അത്? ആ ഒരു ഗുണനിലവാരമില്ലായ്മയ്ക്ക് കാരണം എന്താണ്?
അത് ഗുണനിലവാരമില്ലായ്മയാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ശരിക്കും ഒരു മാറ്റം. അതായത് ഇപ്പോൾ ഈ സിനിമാ ഗാനങ്ങൾ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമുക്ക് പാട്ടുകൾ കൊമേഴ്സ്യലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമ്മളൊരു സിനിമയിൽ പാട്ട് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് മാത്രമാണ്, ഏറ്റവും ശ്രദ്ധിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പാട്ട് ഇവിടെ വച്ചാൽ ഇത് പ്രേക്ഷകന് കണ്ടിരിക്കുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഇന്നിപ്പോൾ സംവിധായകരിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു പാട്ടിൻ്റെ ആവശ്യമുണ്ട്, ഇവിടെ ഒരു പാട്ടിട്ടാൽ ഈ സിനിമയ്ക്ക് അവിടെ ഒരു സിനിമ ഡൗൺ ആയി, അതെ, അങ്ങനെ തോന്നുന്നൊരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ തോന്നുന്ന ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പാട്ട് ചെയ്യുന്നത് അവിടെ തീർച്ചയായിട്ടും ആ ഒരു പാട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്നൊരു പാട്ട് സിനിമയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ സിനിമയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പരിചയസമ്പന്നരായവർ ഉണ്ടാവും, ഒട്ടും പരിചയമില്ലാത്തവർക്ക് ആദ്യമേ തന്നെ സിനിമയിൽ അവസരം ലഭിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു പക്ഷേ ഈ നിലവാരമില്ലായ്മയൊക്കെ വന്നു പെടുന്നത്. അതായത് വളരെ ബാലിശമായ രചനകളോ സംഗീതമോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഒരു കരിയറിൻ്റെ തുടക്കത്തിലാണ് അത് എപ്പോഴും ഉണ്ടാകുക. അതിനുശേഷം നമ്മൾ ഒരു വളരെ കാലം ഇതിൽ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ നമ്മൾ എഴുതുന്നതോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നതോ ഒന്നും അത്രയ്ക്കൊരു ലോ സ്റ്റാൻഡേർഡ് ഒന്നും ആവില്ല ഒരിക്കലും. അതെപ്പോഴും ഒരു എക്സ്പീരിയൻസിന് ശേഷം വരുന്നൊരു ക്വാളിറ്റിയാണ്. അതെ, നമ്മൾ ആ സമയം എൻ്റെ ആദ്യത്തെ രചന എടുത്ത് നോക്കിയാൽ വളരെ ബാലിശമായിരിക്കും. അവിടുന്ന് നമ്മൾ എഴുതാൻ ശീലിക്കുന്നതും വളരെയധികം എഴുത്തുകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഒരിടത്തേക്ക് എത്തുന്നതും വ്യത്യാസമുണ്ടല്ലോ. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസം ആയിരിക്കാം ഒരുപക്ഷെ ഒരു ഗുണനിലവാരമില്ലായ്മയായി നമുക്ക് അതിൽ പ്രതിഫലിച്ച് നമ്മൾ കാണുന്നത്. അല്ലാതെ ഒരു 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 എക്സ്പീരിയൻസിലുള്ള ആൾ എഴുതുമ്പോൾ അങ്ങനെ വരാൻ ഒരിക്കലും സാധ്യത കുറവാണ്. ഇതിൻ്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് സന്തോഷം? കാരണം വെച്ചാൽ ഇഷ്ടംപോലെ ഒരു കഴിഞ്ഞൊരു 5 വർഷത്തെ സിനിമയുടെ ചരിത്രം നോക്കിയത് 10,000-ലധികം മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 1000-ൽ മേലും ഇറങ്ങിയിട്ടുണ്ട്. 5 വർഷത്തിൽ 12,000 സിനിമ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. വെറുതെ ഇങ്ങനെ ഇറങ്ങുകയാണ് സിനിമ. ഇതിലൊക്കെ ഗാനങ്ങൾ വളരെ 2-3 ഗാനങ്ങൾ ഒഴികെ ബാക്കി ഒന്നും പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല. പണ്ടൊക്കെ റേഡിയോ ഉണ്ടായിരുന്നു, ഇപ്പോൾ റേഡിയോ പുതിയ രീതിയിൽ FM വന്നിട്ട് പോലും ഈ ഗാനങ്ങളൊന്നും വലിയ രീതിയിൽ പഴയ പോലെ ആകുന്നില്ല. ഇപ്പോഴും നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ലോകത്തിൽ ജീവിക്കുകയാണ്. പഴയ പാട്ടുകളിലാണ് ഇപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പുതിയ പാട്ടുകൾ എന്തുകൊണ്ടാണ് പഴയ തലമുറയും പുതിയ തലമുറയും കാര്യമായി സ്വീകരിക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണത്തിൽ കൂടുതൽ പാട്ടുകൾ ഇപ്പോൾ വന്നു. കാര്യം പണ്ട് നമുക്ക് ഒരു വർഷം ഇറങ്ങുന്ന സിനിമ എത്രയായിരുന്നു? ഒരു പഴയ വയലാറിൻ്റെ കാലഘട്ടത്തിൽ ഏറിപ്പോയാൽ 10 സിനിമ അല്ലെങ്കിൽ 12 സിനിമയൊക്കെ ഒരു പക്ഷേ ഇറങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഈ പാട്ടുകൾ കേൾക്കാൻ ഒരു ഏക മീഡിയം, അതായത് ആകാശവാണിയിൽ കൂടിയാണ് എല്ലാവരും പാട്ടുകൾ കേൾക്കുന്നത്. അത് തുടർച്ചയായിട്ട് കേൾക്കുകയും അങ്ങനെ നമുക്ക് വളരെയധികം അടുപ്പം ആ പാട്ടിലോട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ബാല്യ ആ കാലഘട്ടങ്ങളിലെല്ലാം അത് നമ്മളിൽ ആ പാട്ടുകളെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നത് ആ കാലഘട്ടമാണ്. അതേസമയം ഇന്നെന്ന് പറഞ്ഞാൽ പാട്ടുകൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലയിടത്തുനിന്ന് പല പാട്ടുകൾ വരുന്നു, അതങ്ങോട്ട് പോകുന്നു. രണ്ടാമത് ഇടുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു 2, 3, 4, 5 നല്ല പാട്ടുകൾ ഒരു വർഷം ഇറങ്ങുന്നത്, അത് മാത്രമാണ് രണ്ടാമത് കേൾക്കുന്നത്. ബാക്കിയുള്ള പാട്ടുകളൊന്നും നമ്മൾ കേൾക്കുന്നേ ഇല്ല. അതിനകത്തും നല്ല പാട്ടുകളുണ്ട്. ചിലപ്പോൾ ഹിറ്റായ സിനിമയിൽ ഒരു പടം ചിലപ്പോൾ ഹിറ്റല്ലാതെ പോയാൽ ചിലപ്പോൾ അതിനകത്തുള്ളൊരു നല്ല പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാലഘട്ടം കൂടിയാണിത്. മുൻപ് അങ്ങനെയില്ല. മുൻപാണെങ്കിൽ നമുക്ക് ഇത് ഒരു പടം ഇറങ്ങിയില്ലെങ്കിൽ പോലും അതിലെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന കാലഘട്ടമുണ്ട്. അതിൽ നിന്ന് ഇന്ന് വളരെ വ്യത്യസ്തമാണ്. ഒരു പടം ഹിറ്റല്ല അല്ലെങ്കിൽ ആ പടം ജനം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒപ്പം അതിനകത്തൊരു നല്ല പാട്ട് കൂടി നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പോവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നല്ല പാട്ടുകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. പക്ഷേ ഈ പാട്ടുകൾ ഇത് വേണ്ട വിധം എത്തുന്നില്ല എന്നതാണ് ഒരു പക്ഷേ സന്തോഷിന് ആ നിരീക്ഷണമാണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ ഉചിതമെന്ന് തോന്നുന്നു. ഒരുപാട് സാധ്യതയുണ്ട് കേൾക്കാൻ. ആ കേൾവിയിൽ ഉണ്ട്. നമുക്ക് ഏത് പാട്ട്, ഏത് നാട്ടിലെ പാട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് കേൾക്കാം. മാത്രമല്ല കോപ്പി അടിച്ചപ്പോൾ അപ്പം പിടിക്കുകയാണ്. അപ്പോൾ മുൻപ് ഇപ്പോൾ പറഞ്ഞില്ലേ, മെഹബൂബ പോലെയുള്ള പാട്ടുകൾ പോലെ അറബിക് അനുകരണങ്ങളായിരുന്നു. പക്ഷെ അന്ന് അത് ആരും അറിഞ്ഞിട്ടില്ല. ഇന്ന് ഒരു പാട്ട് ആരെങ്കിലും എന്തെങ്കിലും കഷ്ടം ചെയ്താൽ പോലും അപ്പോൾ തന്നെ ഇന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അപ്പൊ തന്നെ അതിന് താഴെ. സന്തോഷിന്റെ ആ പാട്ടൊന്നുകൂടെ കേൾക്കാം. കാരണം അത് കേട്ടിട്ടാണ് കൂടുതൽ ഹിറ്റാകുന്നത്. എന്തായാലും സന്തോഷിന്റെ പാട്ട് തീർച്ചയായും ഒന്നുകൂടെ കേൾക്കേണ്ടതുണ്ട്. കാരണം സന്തോഷ് ഈ സിനിമ കണ്ടിരുന്നു എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. തിയേറ്ററിൽ പോയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും സന്തോഷ് സിനിമ കണ്ട പ്രേക്ഷകരും കാണാത്ത പ്രേക്ഷകരും ഉണ്ടാവും. അവരോട് ഈ സിനിമയെക്കുറിച്ചും ഒപ്പം ഈ പാട്ടിനെക്കുറിച്ചും ഇത് കാരണം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ മൂന്നാമതാണ് സന്തോഷ് വരുന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ സംവിധായകൻ വന്നിരുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട നടൻ ദീപക് വന്നിരുന്നു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു കൊച്ചു സിനിമയാണ്. ഈ കൊച്ചു സിനിമ എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായ ഒരു ചിത്രം ആണ്. വളരെ എളുപ്പമായി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാവുന്നത്. വളരെ നിഷ്കളങ്കമായ എന്നാൽ
കാണുന്നവർക്ക് തീർച്ചയായിട്ടും രസം പകർന്നു നൽകുന്ന ഒരു നല്ല കൊച്ചു സിനിമ. സൗഹൃദ ബന്ധങ്ങളുടെ ഒരു കഥ പറയുന്ന, വലിയ സങ്കീർണതകളും സങ്കീർണതകളൊന്നും ഇല്ലാതെ വളരെ രസകരമായിട്ട് നമ്മൾ മുടക്കുന്ന കാശിന് മുതലാവുന്ന ഒരു സിനിമ എന്ന് പറയാം. തീർച്ചയായിട്ടും സന്തോഷം. അത് തന്നെയാണ് ഈ മുൻപ് വന്ന രണ്ടുപേരും പറഞ്ഞത്. വലിയ സങ്കീർണതകളും ട്വിസ്റ്റുകളും ഒന്നുമില്ലാത്ത എല്ലാവർക്കും സന്തോഷം തരുന്നൊരു സിനിമ എന്നാണ് ഇതിൻ്റെ സംവിധായകനും നായകനും ഇപ്പോൾ അതിലെ ഗാനം എഴുതിയ സന്തോഷ് വർമ്മയും പറയുന്നത്. ഏതായാലും സന്തോഷിൻ്റെ ഈ ഗാനം ക്യാമ്പസുകളിൽ ഹിറ്റാവട്ടെ, മറ്റ് സംഗീത ആസ്വാദകർക്ക് കേൾവിക്ക് സുഖം തരട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷിന് കൂടുതൽ അവസരങ്ങൾ സിനിമയിൽ വീണ്ടും ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.